നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ ഡീൽ ഓൺ ഫയർ നേരം വെളുക്കുമ്പോഴേക്കും കാര്യങ്ങൾ ഒരു തീരുമാനമാകും, നമുക്ക് ശുഭവാർത്ത കേൾക്കാമെന്ന് ബാഴ്സ ആരാധകരോട് പറഞ്ഞിട്ടാണ് ഉറങ്ങാൻ വേണ്ടി പോയത്. നമ്മൾ കിടന്നു കുറഞ്ഞ സമയമാകുമ്പോഴേക്കും അത് സ്ഥിരീകരിക്കപ്പെട്ടു. സ്പാനിഷ് മാധ്യമങ്ങൾ അത് സ്ഥിരീകരിച്ചു. ഫബ്രീസിയോ റൊമാനോ, ഹിർവിഗോ ഒക്കെ വിളിച്ചു കഴിഞ്ഞു. അതായത് റോഡ്രി ടു FC ബാഴ്സലോണ സംഗതി തീരുമാനമായി. അതിൻ്റെ ഫബ്രീസിയോയുടെ റിപ്പോർട്ടിൽ അദ്ദേഹം എക്സ്ക്ലൂസീവായിട്ട് കൊടുത്ത കാര്യം ഇങ്ങനെയാണ്: ഹിയർ വി ഗോ, റോഡ്രി ടു ബാഴ്സലോണ, ഹിയർ വി ഗോ. ഡീല് എഗ്രി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സ്പാനിഷ് മിഡ്ഫീൽഡർ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് ബാഴ്സയിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഓൾ ഡൺ ഫോർ ദി ഫോർമർ ബാലൻഡിയോർ. ഗ്രീൻ ലൈറ്റ് ഫ്രം മാഞ്ചസ്റ്റർ സിറ്റി ടു ലാസ്റ്റ് ബാഴ്സ ബിഡ്, മോർ ഫോളോസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കൊടുത്തിരുന്നത്. ഏതായാലും അദ്ദേഹം അതിൽ കൃത്യമായിട്ട് ഈ ഡീല് തീരുമാനമായി കഴിഞ്ഞു എന്ന് തന്നെ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ റോഡ്രിയുടെ കാര്യത്തിൽ എത്ര വർഷത്തേക്കായിരിക്കും ബാഴ്സലോണയിൽ അദ്ദേഹത്തിൻ്റെ സൈനിങ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. 2030 വരെ ആയിരിക്കും. 4 വർഷക്കാലത്തേക്കുള്ള കോൺട്രാക്റ്റാണ് റോഡ്രിക്ക് ബാഴ്സലോണ നൽകുന്നത് എന്നാണ് വിവരം. അതോടൊപ്പം തന്നെ ജാവോ കൺസെലോയുടെ കാര്യം നമുക്കറിയാം. ജാവോ കൺസെലോയും ബാഴ്സലോണയിലേക്ക് തന്നെ തിരികെ എത്തുകയാണ്. ആ കാര്യവും തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് റോഡ്രിയുടെയും ജാവോ കൺസെലോയുടെയും മെഡിക്കൽ നടന്നേക്കും എന്നാണ് ലഭ്യമാവുന്ന വിവരം. ചുരുക്കി പറഞ്ഞാൽ ബാഴ്സ ആരാധകർ കാത്തിരുന്ന കാര്യങ്ങൾ ഇതാ രണ്ടും സംഭവിക്കുകയാണ്. ബാഴ്സക്ക് തീർച്ചയായിട്ടും ഇനിയുള്ള ചില കാര്യങ്ങൾ സ്ട്രൈക്കർ പൊസിഷനിലേക്ക് ആളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ഹുലിയൻ്റെ കാര്യത്തിലൊന്നും നടപടിയാവാതെ നിൽക്കുകയാണ്. ഇനി മറ്റു നീക്കങ്ങളിലേക്ക് ബാഴ്സലോണ പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. റോഡ്രിയുടെ മൊത്തം പാക്കേജ് 65 മില്യൺ യൂറോയാണ് എന്നാണ് ലഭ്യമാവുന്ന വിവരം. ഏതായാലും റോഡ്രി ടു ബാഴ്സലോണ അങ്ങനെ ഒടുവിൽ ആ കാര്യത്തിൽ സ്ഥിരീകരണമായി, തീരുമാനമായി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.